ഇന്നലെയും പതിവ് പോലെ നിലമ്പൂരിൽ വാഹന പരിശോധന ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രധാന സംശയം UDF-ന്റെ നേതാക്കളുടെ വാഹനം മാത്രമാണോ പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇന്നലെ രാത്രി 10 മണിക്ക് നടന്നൊരു സംഭവമാണ്. അത് അവിടെ വടപ്പുറത്ത് വെച്ചായിരുന്നു. നിലമ്പൂര് വടപ്പുറം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു വാഹന പരിശോധന പോലീസ് നടത്തുന്നത്. ഇതാദ്യമൊന്നുമല്ലല്ലോ. എല്ലാ ദിവസവും മിക്ക സ്ഥലത്തും വാഹന പരിശോധനയുണ്ട്. വാഹനങ്ങൾ പരിശോധിക്കണം, അതാവശ്യമല്ലേ. വാഹനങ്ങൾ പരിശോധിക്കുമ്പോഴല്ലേ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടുന്നത്. ഇപ്പൊ ഈ ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്നുകൾ, മദ്യം, ഇവയുടെയൊക്കെ അതിപ്രസരം കേരളത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറമാണ്. ഈ വാഹന പരിശോധന നടത്തിയപ്പോഴാണല്ലോ ഇതെല്ലാം കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചത്. അപ്പം സാധാരണ വാഹന പരിശോധന നടത്തിയപ്പോൾ ഇവരുടെ വാഹനവും അതുവഴി വന്നു, അതും പരിശോധിച്ചു. അത്രേ ഉള്ളൂ. അതിനെന്താ? അതിനകത്ത് അസ്വാഭാവികത വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ, സ്വാഭാവികം മാത്രം. അത് പോലീസിന്റെ ഡ്യൂട്ടി, പോലീസിന്റെ കടമ അവർ ചെയ്തു. അത് ഇത്രയും വിവാദമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വിവാദമാക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ പലതാണ് എന്ന് തന്നെയാണ് ചരിത്രം. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസിന് പക്ഷെ ഗുണം ചെയ്തില്ലായിരുന്നു. പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരു ചക്ക വെട്ടിയിട്ട് ഒരു മുയല് ചത്തുന്ന് വിചാരിച്ച് എല്ലാ ചക്ക വെട്ടിയിടുമ്പോഴും എല്ലാ മുയലും ചാവും. ഇപ്പം പാലക്കാട് അങ്ങനെ ഒരു സംഭവം നടന്നു. അത് ഏത് ഭാഗത്തെ വീഴ്ചയാണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിനകത്ത് എന്തെങ്കിലും നേട്ടം കോൺഗ്രസിന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കാണും, കിട്ടിക്കൂടായികയില്ല. പക്ഷെ അങ്ങനെ ഒരു വിവാദം ഇവിടെയും ഉണ്ടാക്കി രക്ഷപ്പെടാമെന്ന മോഹമല്ല ഉണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമായിരിക്കും. കാരണം ഇവിടെ അങ്ങനത്തെ വിവാദമില്ല. അവര് സ്വാഭാവികമായും അവരുടെ വാഹനം പരിശോധിച്ചു, അവരുടെ ഡ്രസ്സുകൾ അടങ്ങി ഒരു പെട്ടി കണ്ടു, ആ പെട്ടി പുറത്തെടുത്ത് പരിശോധിച്ചു. അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അവർ പെട്ടി പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയെന്ന് അവരുടെ ഡ്രസ്സുകളും അവർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളും, അത് മാത്രമല്ല അതിൽ നിന്ന് കിട്ടിയോളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അല്ലാതെ പോലീസ് പറഞ്ഞോ ഇത് പണം കൊണ്ടുവന്ന പെട്ടിയാണെന്നോ, അല്ലെങ്കിൽ നീലപ്പെട്ടിയാണെന്നോ, അല്ലെങ്കിൽ ഇത് ഒളിച്ചു കടത്തിയ പെട്ടിയാണെന്നോ, അല്ലെങ്കിൽ അന്ന് പെട്ടി കൊണ്ട് ഇറങ്ങി ഇന്നോവ കാറിനകത്ത് കോഴിക്കോട്ടേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞില്ല. അങ്ങനത്തെ സംഭവമേ ഇവിടെ പറഞ്ഞില്ല. ഇവിടെ സ്വാഭാവികമായും പോലീസ് വഴി തടഞ്ഞ് വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ ഉണ്ടായ അവരുടെ ഒരു ജോലി അവര് ചെയ്തു. ആ ജോലി ചെയ്യുന്നതിനിടയിൽ ഇവരുടെ വാഹനം വന്നു. അതിപ്പോ ഇവരുടെ വാഹനമല്ല, ആരുടെ വാഹനം വന്നാലും അത് പരിശോധിക്കും. പക്ഷെ കോൺഗ്രസിന്റെ പ്രധാന ആരോപണം തന്നെ നിലമ്പൂരിൽ സർവ്വശക്തി, അതായത് സർക്കാരിന്റെ സർവ്വസ്വാധീനവും ഉപയോഗിച്ച് തന്നെ. അത് സ്വാഭാവികമല്ലേ. ഏത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും സംസ്ഥാനത്തെ ഏത് മണ്ഡലത്തിൽ മുൻപ് നടന്നിട്ടുള്ളതായാലും അവിടെയെല്ലാം ഭരിക്കുന്ന സർക്കാർ അവരുടെ സർവ ശക്തിയും അവിടെ സംഭരിക്കും. അത് ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഐക്യമുന്നണിയായാലും ആരായാലും അവരുടെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ ആർജവും അവിടെ സംഭരിക്കും. അതെ, അത് ശരിയാണ്. ഇന്നലത്തെ പരിശോധന നമുക്ക് ചിത്രങ്ങളിലൂടെയും വീഡിയോയിലൂടെയും വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇച്ചിരി ചോരത്തിളപ്പ് കൂടുതലാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ചോരത്തിളപ്പിൽ അദ്ദേഹം പോലീസിനെതിരെ ഇന്നലെ കയർത്ത് സംസാരിച്ചു, പോലീസിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ബാലിശമാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിന് പറ്റിയ ഡയലോഗുകളോ അല്ലെങ്കിൽ പ്രവൃത്തിയോ അല്ല. ഈ പ്രവൃത്തി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് അദ്ദേഹം തന്നെ ചിന്തിക്കണം, അദ്ദേഹത്തിന്റെ ഭാവി എന്താവുമെന്ന്. അങ്ങനെയൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഒരുപാട് പേര് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന നേതാക്കന്മാരാണെന്ന് ഭാവിയിലെ കോൺഗ്രസ് നയിക്കുന്ന കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ്. പക്ഷേ അവരൊന്നും ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലെ ഉള്ള സ്വഭാവമല്ല. അവര് ഇതിൽ കൂടുതൽ ആവേശം ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഒരുപാടുണ്ട്. പോലീസിനോടൊന്നും ഇങ്ങനെ ഉള്ള പരാക്രമങ്ങൾ കാണിക്കരുത്. പോലീസുകാരോടോ പരാക്രമങ്ങൾ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകളോടോ പരാക്രമങ്ങൾ എന്ന് ചോദിക്കുന്നത് പോലെ പോലീസിനോടോ പരാക്രമങ്ങൾ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി
അവർക്കെതിരെ ആരോപണങ്ങളും അവർക്കെതിരെ കയർത്ത് സംസാരിക്കുകയും അവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ശരിയായ നടപടിയല്ല. അവർ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ, അവർ മനുഷ്യരല്ലേ. ചിലപ്പോൾ അവരിലും ഈ കോൺഗ്രസ്സുകാർ കാണും. അപ്പൊ അവരെല്ലാവരും അങ്ങ് ഇടതുപക്ഷക്കാരും CPM-കാരും ആണോ പോലീസുകാരല്ല? പോലീസുകാരൻ മുഴുവൻ അത് അങ്ങനെയാണോ? അല്ലല്ലോ. അതിന് കോൺഗ്രസ്സുകാരുണ്ട്, BJP-ക്കാരുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, CPM-കാര് കാണും, CPI-ക്കാര് കാണും, കേരള കോൺഗ്രസ്സുകാർ കാണും, എല്ലാ ആളുകളും കാണും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർക്ക് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്നുള്ളൊരു തോന്നല് UDF നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയും തടയിടണം. പിന്നെ മാത്രമല്ല, അതൊരു UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒരു ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവിടെ തോറ്റു കഴിഞ്ഞാൽ ഇനി അടുത്ത നിയമസഭയുടെ പടിവാതിൽക്കൽ പോലും ആരും കാണില്ല എന്നുള്ള ഒരു ചിന്ത അവര് ഭരിക്കുന്നുണ്ട്. അത് സത്യമാണ്. കാര്യം അവര് ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന്. ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ തൃക്കാക്കരയിൽ കൊണ്ട് നിർത്തിയതുപോലെ ഒരു സ്വതന്ത്രനെ അവിടെ അവർ പ്രതീക്ഷിച്ചു. UDF-ഉം BJP-യും ഒക്കെ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്. പക്ഷേ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് CPM സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. സ്വരാജ് ആ നാട്ടുകാരനാണ്. പാർട്ടി എടുത്തൊരു ധീരമായ നിലപാടും കൂടി തന്നെയാണ്. ഉറപ്പല്ലേ? പാർട്ടി ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം അവിടെ നടപ്പിലാക്കി. അതിന് ആർക്കും എതിർപ്പില്ലല്ലോ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുക എന്നുള്ളത് മുന്നണിയുടെ ഒരു, പ്രത്യേകിച്ച് CPM-ന്റെ അവരുടെ ഒരു ലക്ഷ്യം മാത്രമല്ല, അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടെയാണ്. CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വോട്ട് നേടി വിജയിച്ച PV അൻവർ മുന്നണിയെയും പാർട്ടിയെയും തേച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ അതിന് മധുരമായ ഒരു പ്രതികാരം അവിടുത്തെ ജനങ്ങൾ കൊടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.